Welcome to the BSc Physics main class, Optics, Semester 6, Paper 3, 8th lecture, Thin Film Interference, Color of Thin Films. 8th lecture, Optics, Thin Film Colors. This is an essay type question, very important. The first part is why thin film appear colored. Color of thin films. ഈ തിൻ ഫിലിം എന്ന് പറഞ്ഞാൽ ഈ മഴക്കാലത്തെ വെള്ളത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ഊരി കിടക്കുക, അത് തിൻ ഫിലിമാണ്. അല്ലെങ്കിൽ സോപ്പ് കുമ്പള വേലിച്ച് പിടിച്ച് നോക്കുക, തിൻ ഫിലിമാണ്. ഒരു ചെമ്പുകല ചൂടാക്കിയാൽ അത് പുറത്തുള്ള ലെയർ തിൻ ഫിലിമാണ്. അപ്പോൾ നമ്മൾ മഴക്കാലത്തൊക്കെ ഇങ്ങനെ റോഡ് നടക്കുമ്പോഴേ റോഡിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ പുറത്ത് ഓയിൽ ഉണ്ടെങ്കിൽ ആ ഓയിലിൻ്റെ പുറത്ത് സൺലൈറ്റ് ഇവിടെ കളേഴ്സ് കാണാം. ഇത്തരം കളേഴ്സിനെ നമ്മൾ തിൻ ഫിലിം കളേഴ്സ് എന്ന് പറയും. ഇത് ഉണ്ടാകുന്നത് ഇൻ്റർഫെറൻസ് മൂലം ആണ് എന്നാണ് പറയുന്നത്. കളർ ഓഫ് തിൻ ഫിലിം. When a thin film of oil on the surface of water is exposed to an extended source of white light, brilliant colors are seen. Other familiar examples of such a display of colors are observed on soap films and on metallic surfaces when heated. All these color phenomena are due to the interference of light waves. I shall read it once again. When a thin film of oil on the surface of water is exposed to an extended source of white light, brilliant colors are seen. Other familiar examples of such a display of colors are observed on soap films and on metallic surfaces when heated. All these color phenomena are due to interference of light waves. അതായത് വാട്ടർ പോലെയുള്ള മീഡിയത്തിൻ്റെ പുറത്ത് ഓയിൽ കിടന്നാൽ, ഓയിൽ ഫിലിം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോപ്പ് കുമിളയിൽ, അല്ലെങ്കിൽ മെറ്റാലിക് സർഫസുകൾ ചൂടാക്കുമ്പോൾ അവയിൽ ലൈറ്റ് പതിച്ചാൽ, വൈറ്റ് ലൈറ്റ് പതിച്ചാൽ അതിൻ്റെ പുറത്ത് ബ്രില്യൻ്റായിട്ട് കളേഴ്സ് നമുക്ക് കാണാം. ഈ കളേഴ്സ് എല്ലാം ഇൻ്റർഫെറൻസ് മൂലമാണ് ഉണ്ടാകുന്നത്. അതാണ് പറയുന്നത്. ഒരു സോപ്പ് കുമ്പളേക്ക് നമ്മൾ മേലത്ത് പിടിച്ച് നോക്കുകയാണെങ്കിൽ കളേഴ്സ് കാണാം. നിങ്ങൾ കണ്ടു കാണും. ബബിൾസ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ കളേഴ്സ് കാണും. കുട്ടികൾ ബബിളൊക്കെ ഉണ്ടാക്കില്ല, സോപ്പ് ബബിൾസ് ഒക്കെ ഉണ്ടാക്കത്തില്ലേ, അപ്പോൾ അതിൻ്റെ പുറത്ത് കളേഴ്സ് കാണാം. ആ കളേഴ്സ് എല്ലാം ഉണ്ടാകുന്നത് ഇൻ്റർഫെറൻസ് മൂലമാണ്. അപ്പോൾ ഇതിൽ തിയറി പഠിക്കുന്നതിന് നമ്മൾ ആദ്യം ഒരു പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷൻ പഠിക്കണം. തിയറി അല്പം ലെങ്തിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വേഗത്തിൽ പറഞ്ഞാൽ ഇത് തീരുള്ളൂ. നിങ്ങൾ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. Theory, expression for path reference. Derivation x is equal to 2 mu t cos r. 2 mu into t into cosine r. അപ്പോൾ ഇത് ഈ പാത്ത് ഡിഫറൻസ് നമ്മൾ ഡെൽറ്റ എന്നുള്ള ഒരു സിമ്പിളാണ് സാധാരണ ഉപയോഗിക്കുക. ഇവിടെ അത് മാറ്റി ഞാൻ എക്സ് എന്നാണ് പറയുന്നത്. കാരണം എക്സും പാത്ത് ഡിഫറൻസ് ആണ്. ഇതിൻ്റെ ഒബ്സർവ്ഡ് പാത്ത് എന്നാണ് പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഡെൽറ്റ പറയും, ആക്ച്വൽ പാത്ത് പറയും. അപ്പോൾ രണ്ട് പാത്ത് ഡിഫറൻസ് ഇവിടെ വരുന്നത് കൊണ്ട് വ്യത്യസ്തമായ സിമ്പിൾ നമ്മൾ ഉപയോഗിക്കും. ആദ്യം കാണുന്ന എക്സ് എന്ന് പറയും, എക്സിനെ വിളിക്കുന്ന പോലെ ഒബ്സർവ്ഡ് പാത്ത് ഡിഫറൻസ്. അത് കഴിഞ്ഞ് ഡെൽറ്റ വരും, ഡെൽറ്റ ആക്ച്വൽ പാത്ത് ഡിഫറൻസ്. അപ്പോൾ ഒബ്സർവ്ഡ് പാത്താണ് എക്സ് ഈസ് 2 mu t cos r. ഇവിടെ നോക്കി μ1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ടി ആണ് ഫിലിമിൻ്റെ തിക്നെസ്. ആർ എന്ന് പറയുന്നത് ഈ ഫിലിമിൽ ലൈറ്റ് വീണ് അത് റിഫ്രാക്റ്റ് ചെയ്ത് പോകുമ്പോഴുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷനാണ്. ആ പടത്തിൽ മനസ്സിലാക്കാൻ നമുക്ക്. കൺസിഡർ എ തിൻ ഫിലിം, പടം നമ്മുടെ അടുത്തതിൽ കാണും. കൺസിഡർ തിൻ ഫിലിം ഓഫ് തിക്നെസ് ടി ആൻഡ് യു റൈറ്റ് ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ surrounded by air. xy and x dash y dash are the top and bottom surfaces of the film. AB is the incident ray. അതാണ് ഈ പടത്തിൽ കാണിക്കുന്നത്. അപ്പോൾ പടം വളരെ കെയർഫുള്ളായിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കണം. പടം കുറച്ച് തെളിയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് വരയ്ക്കേണ്ടതുള്ളത്. ആ രണ്ട് ലൈൻ എക്സ് ഡാഷ് വൈ ഡാഷ് ആദ്യം വരയ്ക്കണം. അതൊരു ഫിലിമിൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടം സർഫസുകളാണ്. ആ ഫിലിമിൻ്റെ തിക്നെസ് ആണ് ടി, ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ടി. എ ബി ആണ് ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്. അത് ബിയിൽ വന്ന് വീഴും. ഐ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അവിടെ നോർമലാണ് BN. ആ ബി റേ കുറച്ച് റിഫ്ലക്റ്റ് ചെയ്ത് BCയിലേക്ക് പോകും. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന മാതൃകയിൽ BC വരക്കണം.
എന്നിട്ട് ആ ബി എന്നുള്ള റേ റിഫ്രാക്ട് ചെയ്ത് താഴോട്ട് വരും. താഴോട്ട് വരുന്ന റിഫ്രാക്ഷൻ ആംഗിൾ 6. 6 തീർച്ചയായും ഐയേക്കാൾ കുറവാണ്, കാരണം റിഫ്രാക്ഷൻ ഇൻറ്റു ഡേസർ മീഡിയാണ്. അപ്പോൾ 6 കുറച്ച് ഈ റേ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കണം. അത് വന്ന് ഡിയിൽ വീഴും. ഡിയിൽ വീണിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. താഴത്തെ സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് മേപ്പോട്ട് പോകും. അവിടെ വീഴുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 6 തന്നെയായിരിക്കും, ഓൾട്ടർനേറ്റ് ആംഗിൾ. അതേ ആംഗിളാണ് തിരിച്ചു പോകുന്നത്. തിരിച്ചു നിന്നിട്ട് അത് പിന്നെ ഇയിൽ പതിക്കും. ഇയിൽ നിന്ന് വീണ്ടും റിഫ്രാക്റ്റ് ചെയ്ത് EF ആയിട്ട് പുറത്തോട്ട് പോകും. അവിടെ ആംഗിൾ 5 ആയിരിക്കും പുറത്ത്, താഴെ ആംഗിൾ 6 ആയിരിക്കും, മാർക്കണമെന്നില്ല. പിന്നെ ഈ ഡിയിൽ നിന്ന് മേപ്പോട്ട് നമ്മളൊരു പെർപെൻഡിക്കുലർ വെളിച്ചറുണ്ട്, ഡി ക്യു പെർപെൻഡിക്കുലർ വെളിച്ചറുണ്ട്. ആ പെർപെൻഡിക്കുലർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇയിൽ നിന്ന് ഈ BC EP എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ വെളിച്ചറുണ്ട്. ആണല്ലോ EF റേ. ഇയിൽ നിന്ന് BC EP എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ വെളിച്ചറുണ്ട്. ആ ട്രയാങ്കിൾ BP നോക്കുക, BP ട്രയാങ്കിളിൽ ആ ഇയുടെ ആ അറ്റത്തുള്ള ആംഗിൾ I തന്നെ ആയിരിക്കും. BP ട്രയാങ്കിളിൽ ഇയിലെ ആംഗിൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് I ആണ്. കാരണം ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ആണെങ്കിൽ ഇപ്പുറത്ത് I വരും. പിന്നെ ഒരു 90 ഡിഗ്രി ട്രയാങ്കിളാണ് BPE. അപ്പോൾ ഈ താഴെയുള്ള ബിയിലെ ആംഗിൾ 90 - I ആകുമ്പോൾ ആംഗിളറ്റ് BPEയിൽ ആംഗിളറ്റ് I വരും. അപ്പോൾ അതിൽ പ്രൂഫൊന്നും പഠിക്കണ്ട. ആംഗിളറ്റ് ആ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ I ആണെന്ന് ഓർത്തിരിക്കണം. ഈ പടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ശരിക്കും വരച്ചിട്ടാണ് തിയറി പറയുന്നത്. ആ പടത്തിലേക്ക് വീണ്ടും നമ്മൾ ഇടയ്ക്ക് വരേണ്ടതുണ്ട്. എങ്കിലും ഒന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്കത് വരാതെ കഴിക്കുക. ഇതാണ് ചിത്രം. ആ ചിത്രം ഒന്ന് നോക്കിക്കൊള്ളാം. നോട്ട് എഴുതിയിട്ട് ചിത്രം നോക്കിയിട്ട് ഇത് വായിക്കണം, അപ്പോൾ മനസ്സിലാകും. ആ പടമാണ് ആദ്യം ക്ലിയറായിട്ട് വരയ്ക്കേണ്ടത്. അപ്പോൾ AB is the ray incident on the film. Then after incidence 2 rays BC and EF are derived. അതുകൊണ്ട് പറഞ്ഞതാണ്. They possess path reference and hence interfere. അപ്പോൾ ഈ ABയിൽ നിന്ന് 2 റേയാണ്, BCയും EF നമുക്ക് കിട്ടുമല്ലോ മേപ്പോട്ട്. BCEF അതൊന്ന് നോക്കൂ. ഇതാണ് BC. 2 റേയാണ്. ഒരു ഇൻസിഡന്റ് റേ വന്നിട്ട് 2 റിഫ്ലക്റ്റഡ് റേയാണ്, 2 റേയാണ് പുറത്തേക്ക് പോകുന്നത്. ഒന്ന് ടോപ്പിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകും, മറ്റേ താഴെ ബോട്ടിൽ വന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വീണ്ടും റിഫ്രാക്റ്റ് ചെയ്ത് വരും. അങ്ങനെ ഒരു റേയിൽ നിന്ന് 2 റേ ഏതൊക്കെയാണ്? BC, EF. അവ തമ്മിൽ പാത്ത് ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ട് ഇന്റർഫിയർ ചെയ്യും എന്നാണ് പറയുന്നത്. To find the absolute path, to find the absolute path, the difference X, draw a perpendicular EP to the ray BC, EP to the ray BC. Beyond EP there is no path difference. നമ്മൾ EP വരച്ചു കഴിഞ്ഞാൽ EPക്ക് ശേഷം പാത്ത് ഡിഫറൻസ് ഇല്ല എന്ന് സങ്കല്പം. അപ്പോൾ എന്താണ് പാത്ത് ഡിഫറൻസ്? പാത്ത് ഡിഫറൻസ് X is equal to BP plus D in medium minus BP in air. അതൊരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. നോക്കിയേ, BD plus D in medium minus BP in air. അത് നോക്കാം, പടത്തിൽ ഒന്നിട്ട് നോക്കാം. അവിടെ EP ആണ് പെർപെൻഡിക്കുലർ. 2 റേക്കും പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നത് EP ആണ്. ബിയോണ്ട് EPക്ക് ശേഷം പാത്ത് ഡിഫറൻസ് ഇല്ല. അപ്പോൾ ബിയിൽ നിന്ന് ആരംഭിച്ച് റേ ഡിയിൽ ചെന്ന് പിന്നെ ഇയിലെത്തുന്നത് ഒരു പാത്താണ്, BP മറ്റൊരു പാത്താണ്. അപ്പോൾ താഴത്തെ പാത്ത് കൂടുതലാണ്. അപ്പോൾ പാത്ത് ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്യണം? BD plus ഡിയിൽ നിന്ന് പാത്ത് ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്യണം? BD plus ഡിയിൽ നിന്ന് BP കുറക്കണം. BD plus D ലിക്വിഡിനകത്താണ്, ഓയിലിനകത്താണ്, മീഡിയത്തിലാണ്. അതുകൊണ്ട് BD plus D മീഡിയം മൈനസ് BP എയറിലാണല്ലോ, BP in air. അതാണ് എഴുതിയിരിക്കുന്നത്. പാത്ത് ഡിഫറൻസ് X is equal to BD plus D in medium minus BP in air. BD plus D in medium minus BP in air എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ ഒപ്റ്റിക്കൽ പാത്തിലെ ജോമെട്രിക്കൽ പാത്ത് അങ്ങനെ B കൊണ്ട് പിടിക്കണമെന്നുള്ളത്. അപ്പം മീഡിയത്തിലെ ഒപ്റ്റിക്കൽ പാത്തിനെ, ആ മീഡിയത്തിലെ പാത്തിനെ BD plus D എന്നുള്ള പാത്തിനെ
ഒപ്റ്റിക്കൽ പാത്താക്കാൻ നമ്മൾ മ്യൂ കൊണ്ട് ഗുണിക്കണം. മ്യൂ. അപ്പോൾ ഇൻ മീഡിയത്തിന് പകരം മ്യൂ കൊണ്ട് ഗുണിച്ചാൽ ഇൻ എയർ ആയിട്ട് മാറും. എക്സ് ഇസ് ഈക്വൽ ബി ഡി പ്ലസ് ഡി ഇൻറ്റു മ്യൂ മൈനസ് ബി പി. ഇക്വേഷൻ നമ്പർ 1 ഓൾ ഇൻ എയർ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒപ്റ്റിക്കൽ പാത്ത് ഇസ് ഈക്വൽ മ്യൂ ടി എന്നാണ് അർത്ഥം. അതവിടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണേ. ഒപ്റ്റിക്കൽ പാത്ത് ഇസ് മ്യൂ ടി. ഒരു തിക്നെസ് ഉണ്ടെങ്കിൽ, ഒരു പാത്ത് ഉണ്ടെങ്കിൽ അതിനെ ഒപ്റ്റിക്കൽ പാത്താക്കാൻ മ്യൂ കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ആ മീഡിയം എന്നുള്ള വാക്ക് മാറ്റിയിട്ട് നമുക്ക് എയർ എന്ന് പറയാം. 2 എയറാണ്. ആ ഒബ്സർവ്ഡ് പാത്ത് എന്താണ്? ബി ഡി പ്ലസ് ഡി ഇൻറ്റു മ്യൂ മൈനസ് ബി പി ഇൻ എയർ. മ്യൂ കൊണ്ട് ഗുണിച്ചപ്പോൾ മീഡിയം എന്നുള്ള കേസ് മാറി എയറിലെ ഇക്വലൻ്റ് പാത്തായിട്ട് മാറും. പിന്നെ ബി പി എയറിലാണ്. ഇതാണ് പാത്ത് റെഫറൻസ്. ഇത് നമുക്ക് ചെയ്യേണ്ടത് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ കാണുന്നത് ബി പി കാരണം, ബി ഡി കാരണം, ഡി കാരണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത്രയുണ്ട്. ഒരു 3 ടേമുകൾ അതിനകത്ത്. ബി പി, ബി ഡി, ഡി. അപ്പോൾ ആദ്യം കാണുന്നത് ബി പി ആണ് കേട്ടോ. ബി പി കാണുക. ഫ്രം ട്രയാങ്കിൾ ബി പി നോക്കേണ്ട കാര്യമില്ല, നമുക്ക് പടം ഒന്ന് ഓർത്താൽ മതി. ബി പി സൈൻ ഐ. സൈൻ ഞാൻ അകത്ത് വരച്ച ട്രയാങ്കിളാണ്. സൈൻ ഐ ഈസിൽ ബി പി ബൈ ബി. വേണേ ഒന്നുകൂടി കാണിക്കുക. ഈ ട്രയാങ്കിളിനകത്ത് കാണുന്ന ആംഗിളാണ് ഐ. ട്രയാങ്കിൾ ബി പി എടുക്കുക. സൈൻ ഐ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ദാറ്റ് ഈസ് ബി പി ബൈ ബി ഇ. ബിയുടെ മിഡ് പോയിന്റ് ആണ് ക്യൂ. അപ്പോൾ ബി നമ്മൾ ബി ക്യൂ പ്ലസ് ക്യൂ എന്നുകൂടി എഴുതും. സോ ഇൻ ട്രയാങ്കിൾ ബി പി സൈൻ ഐ ബി പി ബൈ ബി. ദാറ്റ് ഇസ് ബി പി ഇസ് ബി സൈൻ ഐ. ബി നമ്മൾ പിരിച്ച് ക്യൂ മിഡ് പോയിന്റ് ബി ക്യൂ പ്ലസ് ക്യൂ ഇൻറ്റു സൈൻ ഐ. ഇനി നമ്മൾ ട്രയാങ്കിൾ ബി ക്യൂ ഡി എടുക്കും. ബി ക്യൂ ഡി. ബി ക്യൂ ഡി ആ താഴെയുള്ള ട്രയാങ്കിളാണെന്ന് നോക്കിക്കൊള്ളുക. ടാൻ ആർ, അവിടെ ടാൻ ആർ, ആറ് താഴെയാണ്. ടാൻ ആർ ഇസ് ഈക്വൽ ടു ബി ക്യൂ ബൈ ക്യൂ ഡി എന്ന് എഴുതും. ബി ക്യൂ ബൈ ക്യൂ ഡി. അപ്പോൾ അതിൻ്റെ വാല്യൂ എടുക്കണം കേട്ടോ. ദാറ്റ് ഇസ് ടാൻ ആർ ഇസ് ഈക്വൽ ടു ബി ക്യൂ ബൈ ക്യൂ ഡി. ക്യൂ ഡി എന്ന് വെച്ചാൽ ഫിലിമിൻ്റെ തിക്നെസ് ആണ്. ടി ആണ്, ടി. അത് കൊടുത്ത് ദെർഫോർ ക്യൂ ഇസ് ഈക്വൽ ടി ടാൻ ആർ. എങ്ങനെ വായിക്കേണ്ടത്? ബി ക്യൂ ഇസ് ഈക്വൽ ടി ടാൻ ആർ. ടി ഇൻറ്റു ടാൻ ആർ എന്ന് വായിക്കണം കേട്ടോ. അല്ലാതെ ടിയും പിടിച്ച് ടി സ്ക്വയർ എഴുതരുത്. ടി ഇൻറ്റു ടാൻ ആർ. സിമിലർലി ക്യൂ ഇ. ബി ക്യൂ പോലത്തെ ഒരു സൈഡാണല്ലോ പടത്തിൽ ക്യൂ ഇ. ഒരു ഐസോസെൽസ് ട്രയാങ്കിളിൻ്റെ 2 സൈഡാണ് ബി ക്യൂയും ക്യൂ ഇ. അതുകൊണ്ട് ക്യൂ ഇ നമുക്ക് എഴുതാം ടി ടാൻ ആർ. അപ്പോൾ ബി പിയുടെ ഇക്വേഷൻ എന്താണ്? ബി ഡി ബി പി ഇസ് ടി ടാൻ ആർ പ്ലസ് ടി ടാൻ ആർ. അല്ലല്ല, ബി ക്യൂ ക്യൂവിന് തുല്യമാണ്. കാരണം അത് ക്യൂ എന്ന് പറയുന്നത് ഈ ബിയുടെ മിഡ് പോയിന്റ് ആയതുകൊണ്ടാണ്. അല്ല, ഐസോസെൽസ് അല്ല, മിഡ് പോയിന്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ബി പി ഇസ് ഈക്വൽ ടി ടാൻ ആർ പ്ലസ് ടി ടാൻ ആർ ടു സൈൻ ഐ. അങ്ങനെ നമുക്ക് കിട്ടും. അപ്പം അത് കൂട്ടുമ്പോൾ ടി ടാൻ ആർ പ്ലസ് ടി ടാൻ ആർ ഇസ് 2 ടി ടാൻ ആർ സൈൻ ഐ. അതാണ് ബി പിയുടെ വാല്യൂ. അപ്പോൾ നമ്മൾ ഒബ്സർവ്ഡ് പാത്ത് കാണുന്നത് കേട്ടോ. ഒബ്സർവ്ഡ് പാത്ത് എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ബി ഡി പ്ലസ് ഒബ്സർവ്ഡ് പാത്ത് ഇസ് ഈക്വൽ ടു എന്താണ് എഴുതിയിരിക്കുന്നത്? ബി ഡി പ്ലസ് ഡി ഇൻറ്റു മ്യൂ മൈനസ് ബി പി. അപ്പോൾ ബി ഡി പ്ലസ് ഡി നമുക്ക് കിട്ടി, ആ ബി പിയും കിട്ടി. അപ്പോൾ ആ 2 വാല്യൂ ഞങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതിവിടെ എന്താണ് ബി ഡിയും ടിയും? അത് ടി ബൈ കോസ് ആർ കാണാം. അതിവിടെ കാണിച്ചിട്ടില്ലെന്ന് നോക്കി. അതിവിടെ കാണിച്ചിട്ടുണ്ട്. ബി ഡി നമുക്ക് കിട്ടി. ബി ഡി കാണാനായിട്ട് ട്രയാങ്കിൾ ബി ക്യൂ ഡി എടുക്കണം. ആ താഴെയുള്ള ട്രയാങ്കിളാണ്. ആ ട്രയാങ്കിൾ കോസ് ആർ ഈസ് ഇക്വൽ ടു ക്യൂ ഡി ബൈ ബി ഡി. കോസ് ആർ ഈസ് ടി ബൈ ബി ഡി. ക്യൂ ഡി എന്നുള്ളത് ടി ആണ്. അപ്പോൾ ബി ഡി ഈസ് ടി ബൈ കോസ് ആർ. നിങ്ങൾ പടം നോക്കിയാൽ മനസ്സിലാവും. പടം ഒന്നുകൂടി നോക്കുക. പടം മുന്നിൽ കാണുമല്ലോ, നോട്ട് ബുക്ക് ആകും. അപ്പോൾ ഡിയും അത് തന്നെ, ഡിയും അത് തന്നെ, താഴെ നിന്ന് ഇതിലേക്കുള്ളത്. അതാണ് ഐസോസെൽസ് ട്രയാങ്കിളിൻ്റെ സൈഡായിട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുമ്പോൾ, എക്സിൽ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ് ഇസ് ഈക്വൽ ബി ഡി പ്ലസ് ഡി ഇൻറ്റു മ്യൂ മൈനസ് ബി പി നെയർ ആണല്ലോ.
അവിടെ ബി ഡി ഇസ് ടി ബൈ കോസ് ആർ പ്ലസ് ഡി ഇസ് ടി ബൈ കോസ് ആർ ഡി മ്യൂ മൈനസ് ബി പിയുടെ വാല്യൂ 2t ഇട്ടാണ് സൈൻ ഐ ആണ്, സൈൻ ഐ. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യട്ടെ. ഈ ടി ബൈ കോസ് ആർ പ്ലസ് ടി ബൈ കോസ് ആർ ഈസ് 2t ബൈ കോസ് ആർ, പുറത്ത് മ്യൂ ഉണ്ട്. therefore x is equal to 2t into mu by cos r. രണ്ടാമത്തെ ടൈം മൈനസ് 2t ഇൻറ്റു സൈൻ ആർ ബൈ കോസ് ആർ. ടാൻ ആർ എന്ന് പറഞ്ഞാൽ സൈൻ ആർ ബൈ കോസ് ആർ ഇൻറ്റു സൈൻ ഐ. അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്തിരിക്കുന്നത് നോക്കിയേ. അടുത്ത സ്റ്റെപ്പിൽ എക്സ് ഇസ് ഇക്വൽ, എക്സിൻ്റെ വാല്യൂ ആണല്ലോ, എക്സ് ഒബ്സർവ്ഡ് പാത്താണ്, ഒബ്സർവ്ഡ് പാത്ത് എക്സ് ആണ്. എക്സ് ഇസ് ഇക്വൽ ടു 2 mu t ബൈ കോസ് ആർ. ആദ്യ സംഖ്യ മൈനസ് 2t ഇൻറ്റു ഈ രണ്ടാമത്തെ സംഖ്യ ഉണ്ടല്ലോ, രണ്ടാമത്തെ ടൈം, അതിൻ്റെ താഴെയും മുകളിലും ഒരു സൈനാർ കൊണ്ട് ഗുണിക്കണം. ഇൻ ദി സെക്കൻഡ് ടൈം മൾട്ടിപ്ലൈ ഇൻ ദ ന്യൂമറേറ്റർ ആ ഡിനോമിനേറ്റർ ബൈ സൈൻ ആർ. വി ഗെറ്റ് 2t സൈൻ സ്ക്വയർ ആർ ബൈ കോസ് ആർ ഇൻറ്റു സൈൻ ബൈ സൈൻ ആർ. ഇപ്പോൾ സൈൻ ആർ ആണ് രണ്ടും കുടിച്ചിരിക്കുന്നു. ആൻഡ് യു സി ദ ലാസ്റ്റ് ടൈം സൈൻ ബൈ സൈൻ ആർ ഇസ് മ്യൂ ആൻഡ് വി റൈറ്റ് ലൈക്ക് ദാറ്റ്. Therefore, we write x is equal to 2 mu t by cos r minus 2t by cos r sin square r mu. Since sin by sin r is equal to mu, there is a sin square r mu. And this 2 mu t by cos r we take out as a con factor. X is equal to 2 mu t by cos r into 1 minus sin square r. And you know 1 minus sin square r is cos square r. 1 minus sin square r is cos square r. Therefore, x is equal to 2 mu t by cos r into cos square r. Cos r cancels. So, x is 2 mu t cos r, equation number 2. And this is the observed path reference. So, you remember, observed path reference of the two interfering beams in thin film reflection is x is equal to 2 mu t cos r. Equation number 2. Now we see actual path reference, delta. What we have seen is observed path. Now we see actual path, delta. And there is an important property. Whenever a ray of light undergoes a reflection upon a denser medium, there is an additional path difference of lambda by 2. ഒരു റേ ഓഫ് ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ റിഫ്ലക്ഷൻ വിധേയമായാൽ അഡീഷണൽ പാത്ത് ലാംഡ ബൈ 2 ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ റോഡിൽ മഴക്കാലത്ത് വെള്ളത്തിൻ്റെ പുറത്ത് ഓയിൽ കിടക്കുമ്പോഴാണ് ഈ കളർ കാണുന്നത്. അപ്പോൾ ഓയിൽ ഫിലിമിന് താഴെ വെള്ളമുണ്ട്, ഡെൻസർ മീഡിയം ഉണ്ട്. അത്ര ഡെൻസർ മീഡിയം ഉള്ളതുകൊണ്ട് ഈ ഫിലിമിൻ്റെ പുറത്ത് ലൈറ്റ് വീണിട്ട് വാട്ടറിൽ തട്ടിയാണ് പ്രതിഫലിക്കുന്നത്. വാട്ടർ ഫിലിം ഇൻ്റർഫേസിലാണ് പ്രതിഫലിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് ഒരു ഡെൻസർ മീഡിയത്തിൽ പ്രതിഫലിച്ചാൽ അഡീഷണൽ പാത്ത് ലാംഡ ബൈ 2 ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. Whenever a ray of light undergoes reflection upon a denser medium, there is an additional path change of lambda by 2. Whenever a ray of light undergoes reflection upon a denser medium, there is an additional path change of lambda by 2. Therefore, actual path difference delta is x minus lambda by 2. X is an absolute path and lambda by 2 is the additional path created due to reflection. Therefore, delta is 2 mu t cos r minus lambda by 2, equation number 3. Then you know condition for brightness. That is delta is L lambda, where n is equal to 0, 1, 2, 3, etc. numbers. So you put the value of delta, 2 mu t cos r minus lambda by 2 is L lambda. L lambda is taken to the right. That is 2 mu t cos r is L lambda plus lambda by 2. And that we write in L lambda plus lambda by 2 we can write as 2n plus 1 into lambda by 2 using a bracket. So 2 mu t cos r is 2n plus 1 into lambda by 2. Question number 4. This is the where n is equal to 0, 1, 2, 3. This is the condition for brightness of a thin film when monochromatic light is incident. Similarly, the condition of darkness is delta is equal to 2n minus 1 into lambda by 2. You write clearly, delta is 2n minus 1 into lambda by 2. When we put that value, we get 2 mu t cos r minus lambda by 2 is equal to 2n minus 1
into lambda by 2, take minus lambda by 2 to the right side, we get 2 multi cos r equal to 2n plus 1, lambda by 2 plus lambda by 2. That is 2 multi cos r is lambda by 2 into 2n minus 1 plus 1. Minus 1 plus 1 cancels. So 2 multi cos r is lambda by 2 into 2n n lambda. 2 multi cos r is n lambda. Absolute path 2 multi cos r is n lambda. Equation number 5. And this is the condition for darkness. Dark band of thin film where light is incident. അപ്പോൾ രണ്ട് കണ്ടീഷൻ. ഇപ്പോൾ തിൻ ഫിലിമിൽ നമ്മൾ ആക്ച്വലി പറയാൻ പോകുന്ന വൈറ്റ് ലൈറ്റിൻ്റെ കാര്യമാണ്. അത് ഇതുവരെ വന്നില്ല. മോണോക്രോമാറ്റിക് ലൈറ്റ് വന്നാൽ തിൻ ഫിലിം ബ്രൈറ്റ് ആകാൻ കണ്ടീഷൻ 2 multi cos r 2n plus 1 ഇനി lambda by 2 ആണ്. തിൻ ഫിലിം ഡാർക്ക് ആകാൻ കണ്ടീഷൻ 2 multi cos r is n lambdയാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്. നമ്മൾ തിൻ ഫിലിമിൻ്റെ ലൈറ്റ് വീഴുമ്പോൾ തിൻ ഫിലിമിൻ്റെ ബ്രൈറ്റ്നസ് കണ്ടീഷൻ പഠിച്ചു, തിൻ ഫിലിമിൻ്റെ ഡാർക്ക്നെസ് കണ്ടീഷൻ പഠിച്ചു. ഡാർക്ക്നെസ് കണ്ടീഷൻ 2 multi cos r lambda. ഇതിൽ ഏത് കണ്ടീഷനാണ് പ്രധാനപ്പെട്ടത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു? ബ്രൈറ്റ്നസ് കണ്ടീഷനാണോ ഡാർക്ക്നെസ് കണ്ടീഷനാണോ പ്രധാനപ്പെട്ടത്? എന്താണ് തിൻ ഫിലിമിൻ്റെ ബ്രൈറ്റ്നസ് കണ്ടീഷൻ? അബ്സൊല്യൂട്ട് പാത്ത് x is equal to 2 multi cos r is 2n plus 1 lambda by 2. ഡാർക്ക്നെസ് കണ്ടീഷൻ ഈസ് 2 multi cos r is lambda. അപ്പോൾ ഇതിൽ ഏത് കണ്ടീഷനാണ് പ്രധാനപ്പെട്ടത്? അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളത് ഓർക്കാൻ വേണ്ടി ചോദിച്ചതെന്നുള്ളത് ഈ രണ്ടാമത്തെ കണ്ടീഷൻ ഡാർക്ക്നെസ് കണ്ടീഷൻ അതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ തിൻ ഫിലിമിൻ്റെ കളേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ തിൻ ഫിലിമിൻ്റെ കളേഴ്സിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഇനി പറയാൻ പോകുന്നേ ഉള്ളൂ. വൈ തിൻ ഫിലിം അപ്പിയർ കളേർഡ് ഡ്യൂ ടു ഇന്റർഫറൻസ്. അത് റീസൺ ഇനിയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ തിൻ ഫിലിമിൻ്റെ ഡാർക്ക്നെസ് കണ്ടീഷൻ കണ്ടുപിടിച്ച് വെച്ചത്. അതായത് 2 multi cos r is lambda. ഇപ്പോൾ പഴയ ഒരു തമാശ വേണേൽ പറയാം. നിങ്ങൾ പഠിച്ച കാലത്തുള്ള തമാശയാണ്. ക്ലാസ്സിലൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് ഇങ്ങനെ സാറന്മാർ പറയും 2 multi cos r 2 multi cos r എന്നൊക്കെ പറയും. ഞങ്ങളിത് ഒറ്റ വാക്കാണെന്ന് എഴുതി 2 mu m double o എന്നൊക്കെ എഴുതി വെച്ചിരുന്നു. പക്ഷെ പിന്നീടാണത് മനസ്സിലായത് ഇത് 2 into mu into t into cos r ആണെന്നുള്ളത്. അപ്പോൾ അത്രയൊരു കുഴപ്പം വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് 2 mu t cos r എന്ന് പറയുന്ന ഒരു സിംഗിൾ വേർഡ് അല്ല, മറിച്ച് 2 into mu into t into cosine r ആണ് എന്നുള്ളത് പ്രത്യേകം പറഞ്ഞു തരികയാണ്. പിന്നെ അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒറ്റ വാക്കിൽ 2 mu t എന്നിങ്ങനെ TWOMUT എന്നൊക്കെ എഴുതുന്നതിന് പകരം മനസ്സിലാക്കി തരാം 2 into mu into t into cos r ആണ് ഈ 2 mu t cos r എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയാണ് അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? വൈ തിൻ ഫിലിം അപ്പിയർ കളേർഡ്. എന്തുകൊണ്ട് തിൻ ഫിലിം കളേഴ്സ് ഉണ്ടാക്കും? അതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നതല്ല കേട്ടോ. ഇത്ര പറഞ്ഞ തിയറിയാണ്. ഞാൻ കളേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻ അപ്പോൾ ഞാനൊന്ന് വായിച്ചിട്ട് ഒന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. Explanation of colors on thin film. Suppose white light is incident on the film. White light consists of all the colors, that is, all wavelengths. At any point on the film, mu t and r may be such that 2 mu t cos r is lambda for a particular color. Then, in the reflected light, due to interference, that color will be absent. Therefore, that point on the film will appear brilliantly colored with a color complementary to the missing color. Similar effects may be observed at other points of the film, and thus the different parts of the film appear differently colored. That's the meaning. അർത്ഥം പറഞ്ഞുതരാം. അപ്പോൾ തിൻ ഫിലിമിൽ ഈ മോണോക്രോമാറ്റിക് ലൈറ്റിന് പകരം വൈറ്റ് ലൈറ്റ് വീഴുന്നതായിട്ട് വിചാരിക്കുക. വൈറ്റ് ലൈറ്റിൽ 7 വർണ്ണങ്ങളുണ്ട്, സപ്തവർണ്ണങ്ങളുണ്ട്. അതിനർത്ഥം 7 വേവ് ലെങ്ത് ഉണ്ടെന്ന് പറയാം നമുക്ക്. 7 വേവ് ലെങ്ത്, 7 വർണ്ണങ്ങളാണ്. അപ്പോൾ കണ്ടീഷൻ ഫോർ ഡാർക്ക്നെസ്, ഞാൻ പറഞ്ഞല്ലോ ഡാർക്ക്നെസ് വെച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. കണ്ടീഷൻ ഫോർ ഡാർക്ക്നെസ് 2 mu t cos r is lambda. അപ്പോൾ ഒരു പോയിന്റിൽ ഈ ലൈറ്റ് വീഴുമ്പോൾ ഒരു പോയിന്റിൽ ഫിലിമിൻ്റെ മ്യൂവും ടിയും ആറും ഒക്കെ ഒരു പ്രത്യേക രീതിയിലാകാം 2 mu t cos r lambda എന്ന് പറയുന്ന ഡാർക്ക്നെസ് കണ്ടീഷൻ ശരിയാകും.
സാറ്റിസ്ഫൈഡ് ആകും. അപ്പോൾ ആ ലാംഡ ആ ഒരു പർട്ടിക്കുലർ കളർ മിസ്സിങ് ആകും, ആബ്സെൻ്റ് ആകും. അന്നേരം അതിന് പൂരകമായിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് മറ്റൊരു കളർ പ്രത്യക്ഷമാകും. ഇങ്ങനെ ഓരോ പോയിന്റിലും സംഭവിക്കുന്നത് ഓരോ കളർ ആബ്സെൻ്റ് ആകുന്നതാണ്. അവിടെയെല്ലാം കോംപ്ലിമെൻ്ററി ആയിട്ട് മറ്റ് കളറുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഫിലിമിൻ്റെ എല്ലാ പോയിന്റും ഡിഫറൻ്റ്ലി കളേർഡ് ആവും. അതുകൊണ്ടാണ് ഈ ഫിലിമിൻ്റെ പുറത്ത് വ്യത്യസ്തമായ കളേഴ്സ് നമ്മൾ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒന്നുകൂടി പറയാം. സപ്പോസ് വൈറ്റ് ലൈറ്റ് ഈസ് ഇൻസിഡന്റ് ഓൺ ദി ഫിലിം. വൈറ്റ് ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദി കളേഴ്സ്, ഓൾ ദി വേവ്ലെങ്ths. At a point on the film, mu, T and R may be such that the condition for darkness, that is x is equal to 2 mu T cos R is lambda, is satisfied for a particular color, particular lambda, and that color is absent at that point. Then a color complementary to the missing color will appear, and this will happen for different colors at different points of the film, and thus the different parts of the film will appear differently colored. And that is explanation for the colors of thin film. അങ്ങനെ പറയണോ? ഫിലിമിൻ്റെ പുറത്ത് വൈറ്റ് ലൈറ്റ് വീഴുന്നതായിട്ട് വിചാരിക്കുക. സൂര്യപ്രകാശം. വൈറ്റ് ലൈറ്റിൽ എല്ലാ വർണ്ണങ്ങളും ഉണ്ട്, എല്ലാ ലാംഡകളും ഉണ്ട്. ഫിലിമിൻ്റെ ഒരു പോയിന്റിൽ മ്യൂവും ടിയും ആറും ഒരു പ്രത്യേക രീതിയിലാകാം. ഡാർക്ക്നെസ് കണ്ടീഷനായ എക്സ് ഈസ് ഈക്വൽ ടു 2 mu T cos R is എല്ലാം അവിടെ അനുസരിക്കും. എന്നാൽ ആ പോയിന്റ് ഡാർക്കാവും എന്ന് പറഞ്ഞാൽ ആ കളർ മിസ്സിങ് ആവുമെന്ന് അർത്ഥം, ആബ്സെൻ്റ് ആവുമെന്ന് അർത്ഥം. അതിന് പകരം ഇപ്പോൾ 7 വർണ്ണങ്ങളല്ലേ, അതിൽ 1-2 കളർ പോയാൽ വേറെ കളർ അവിടെ കാണുമല്ലോ. ആ മറ്റ് കളർ കോംപ്ലിമെൻ്ററി കളർ പ്രത്യക്ഷമാകും. ഇങ്ങനെ ഫിലിമിൻ്റെ ഓരോരോ പോയിന്റിലും അപ്രത്യക്ഷമാകുന്നത് ഓരോരോ കളറായിരിക്കും. അങ്ങനെ ഫിലിമിൻ്റെ ഡിഫറൻറ്റ് പാർട്സ് കോംപ്ലിമെൻ്ററി കളർ മൂലം വ്യത്യസ്തമായിട്ട് കളേർഡായിട്ട് കാണും. ഇതാണ് തിൻ ഫിലിം കളേഴ്സിൻ്റെ കാരണം. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. എസ് എ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ഷുവറാണ്. എക്സ്പ്ലെയിൻ ദി ഫോർമേഷൻ ഓഫ് കളേഴ്സ് ഓൺ ദി ഫിലിം ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ് യുവർ റെലവൻറ്റ് തിയറിയാണ് നമ്മുടെ എക്സ് ഈസ് 2 mu T cos R. അതുപോലെ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എക്സ് 2 mu T cos R എക്സ് മൈനസ് ലാംഡ ബൈ 2 കണ്ടുപിടിച്ചതാണ്. അപ്പോൾ തിയറി പറയണം, പിന്നെ കളേഴ്സ് ഉണ്ടാകുന്നെന്ന് പറയും. ഇതിൽ കുറേ ഷോർട്ട് ആൻസർ ഉണ്ട് കേട്ടോ, കുറേ ഷോർട്ട് ആൻസർ. ആ ഷോർട്ട് ആൻസർ അടുത്തൊരു ക്ലാസ്സിലായിട്ട് പറയാം. അതായത് ഇഫ് യു വ്യൂ എ സോപ്പ് ബബിൾ ഇൻ സൺലൈറ്റ് ദ കളേഴ്സ് വിൽ ചേഞ്ച് കണ്ടിന്യൂസ്ലി വൈ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു സോപ്പ് കുമ്പള നമ്മൾ വെയിലത്ത് പിടിച്ച് നോക്കിയാൽ അതിൻ്റെ പുറത്തുള്ള കളേഴ്സ് ക്രമേണ മാറിക്കൊണ്ടിരിക്കും, കാരണമെന്ത്? അങ്ങനെ ഒരു ചോദ്യം. അത് ചോദിക്കും, ആ റെയിൻബോ കളേഴ്സ് ആൻഡ് തിൻ ഫിലിം കളേഴ്സ് ഐഡൻറ്റിക്കൽ. മഴവിൽ കാണുന്ന നിറങ്ങളും ഒരു സോപ്പ് കുമ്പളയിൽ കാണുന്ന മഴവില്ല് പോലത്തെ നിറങ്ങളും ഒരുപോലെയാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതല്പം ലെങ്തി ആയിട്ടുള്ള കാര്യങ്ങളാണ്. തിയറി ആ പടം വെച്ച് ട്രയാങ്കിളൊക്കെ നോക്കി മനസ്സിലാക്കി പഠിക്കണം. ദാറ്റ് ഈസ് ഓൾ. താങ്ക് യു വെരി മച്ച്.